slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't. നല്ലൊരു കഴിവ് കൊടുക്കാം. ഏതാണ്ട് ഒരു മാസം മുൻപെയാണ് ഇത്തരത്തിലൊരു ഐഡിയ കൺസീവ് ചെയ്യുന്നത്. നമ്മുടെ ഫോർത്ത് ഫ്രണ്ടിൽ നിന്ന് നമ്മളെ നയിക്കുന്ന ചില മെമ്പേഴ്സ് ഉറക്കവുമില്ലാതെ 24/7 നെട്ടോട്ട് മോദിയുടെ ഫലമാണ് നമ്മളെല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും. So thank you. Serves as the Assistant Director of Youth and Sports in the Dhofar region. He is a prominent figure in promoting youth engagement and sporting activities throughout Salalah and beyond. With his leadership, Dhofar's youth have enjoyed increased access to recreational and development opportunities. We are honored to have Mr. Faisal here to inaugurate Ilayanala and support this celebration of culture and community spirit. സിനിമാ രംഗത്ത് ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലുകളോടെ ഇന്നും ജനമനസ്സുകളിൽ ഗൃഹാതുരമായ ഓർമ്മകളുമായി 4 പതിറ്റാണ്ടിലേറെയുള്ള ജൈത്രയാത്രയിൽ 200-ലധികം സിനിമകളിലൂടെ നമ്മോട് സംവദിച്ച പ്രിയതാരം ഏവരുടെയും വാത്സല്യത്തിന്റെ പ്രതിരൂപമായി ഇന്ന് ഈ വേദിയിലെത്തുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഇഷ്ടതാരം ശങ്കർ. ഒരു തലേ രാഗത്തിലൂടെ തമിഴിലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാളത്തിലും താരസിംഹാസനമുറപ്പിച്ച ശങ്കർ 1980കളിൽ അഭ്രപാണികളിലെ അഭിവാജ്യ സാന്നിധ്യമായിരുന്നു. എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, സുഖമോ ദേവി, പൂജയ്ക്കൊരു മൂക്കുത്തി, കാതിൽ ഓവിയം തുടങ്ങിയ ചിത്രങ്ങളിലെ അനശ്വര കഥാപാത്രങ്ങളിലൂടെ ആരാധക ലക്ഷങ്ങളുടെ ഇടനെഞ്ചിൽ ജീവിക്കുന്ന ശങ്കർ ഇന്നും ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ്. അഭിനയം മാത്രമല്ല തനിക്ക് വഴങ്ങുക എന്ന് തെളിയിച്ച ശങ്കർ എന്ന മഹാപ്രതിഭ സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലും സിനിമാ മേഖലയിൽ സാന്നിധ്യം വിപുലീകരിച്ചു. സിനിമാ ഇൻഡസ്ട്രിയിലെ സൗമ്യ സാന്നിധ്യം എന്ന വിശേഷണം അന്വർത്ഥമാക്കിയ ഈ ബഹുമുഖ പ്രതിഭയെ, അഭിനയ രംഗത്തെ അഭിനിവേശത്തെ, നമ്മുടെ ഇഷ്ടതാരം ശങ്കറിനെ ഇളയ നിലയിലേക്ക് അതിഥിയായി ലഭിച്ചതിൽ അളവറ്റ ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ ഇളയ നിലയുടെ പ്രൗഢമായ ഈ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു വലിയ കൈയ്യടി കൊടുക്കൂ. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ നടന്നുകൊണ്ടിരുന്നത് ഇദ്ദേഹത്തിന്റെ അവൈലബിൾ ഡേറ്റ്സ് അനുസരിച്ചായിരുന്നു. He was a star and still is. We are a huge fan of this man. നമ്മുടെ എല്ലാവരുടെയും പഴയ കാലത്തെ മെമ്മറീസിലെ താരമാണ് അദ്ദേഹം. ഇന്നും നമ്മുടെ മനസ്സിലെ താരമാണ്. We are super honored to have Mr. Shankar as our chief guest of today, ladies and gentlemen. With a huge round of applause, let's welcome him, please. വെൽക്കം ശങ്കരേട്ട. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇനിയും സംസാരിക്കാം. മിസ്റ്റർ I.M. വിജയൻ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസ ചരിത്രത്തിലേക്ക് മലയാളത്തിന്റെ കരുത്തായി ഇരച്ചുകയറിയ കറുത്തമുത്ത്. കാലിൽ കാലിരുമ്പിന്റെ കാഠിന്യവും കൈമേയ് വഴക്കത്തിൽ കരിമരുന്നിന്റെ വേഗതയും ഇണക്കി ചേർത്ത ഫുട്ബോൾ എന്ന മാസ്മരിക കായിക വിനോദത്തെ ഇടനെഞ്ചിൽ ചേർത്തുവെച്ച ദേശാതിർത്തികൾക്കപ്പുറത്തേക്ക് കാൽപന്തു കളിയാരവത്തിന്റെ വിസിൽ മുഴക്കം പ്രതിധ്വനി തീർത്ത ഇന്ത്യൻ ഫുട്ബോൾ വേഗതയും ചടുലതയും ഇടചേർത്ത പടക്കുതിര സൂപ്പർ ബ്ലാക്ക് ബാക്ക് I.M. വിജയൻ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്ലെയർ ഓഫ് ദി ഇയർ ആയി 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു കായിക താരത്തിന്റെയും സ്വപ്നമായ അർജുന അവാർഡ് കരസ്ഥമാക്കിയ, പൊടുന്നനെയുള്ള റിഫ്ലക്സുകൾക്കും ഗോൾ സ്കോറിംഗിനും പേരുകേട്ട, വെറും 12 സെക്കൻഡിനുള്ളിൽ ഗോളുമായി ചരിത്രം സൃഷ്ടിച്ച, അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഏറ്റവും വേഗതയേറിയ ഗോളുകളിലൊന്ന് നക്ഷത്ര തിളക്കമായി നെഞ്ചോട് ചേർത്ത, ഫുട്ബോൾ എന്ന ഐക്യത്തിന്റെ മഹാകായിക വിനോദത്തിലേക്ക് യുവനിരയെ പ്രതിബദ്ധതയോടെ പ്രചോദിപ്പിക്കുന്ന, അഭിനിവേശവും അർപ്പണബോധവും അടയാളപ്പെടുത്തിയ, കളിക്കളത്തിലും പുറത്തും മിന്നുന്ന താരപ്രജാപതിയും സൂപ്പർ ഐക്കണുമായ ശ്രീ I.M. വിജയനെ ഇളയ നിലയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇതുപോലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രസൻസ് ഇല്ല എങ്കിൽ incomplete, I must say, but we have
Join the team would be a very, very special guest again from Kerala. We have Mr. Ramji here with us. അദ്ദേഹത്തെ കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വേദിയിലേക്ക് പോകുന്നു, which is the felicitation part of this event. ഇനി നമ്മളോട് വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യക്തികളിലേക്ക് ഞാൻ കടക്കാണ്. First, I would love to welcome respected guest on the dais. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് സുധാകർജി, മറ്റിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ പലതവണ മസ്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സലാലയെ കുറിച്ച് എല്ലാവരും പറയും. സലാല എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. പക്ഷേ ദൂരം കാരണം കൊണ്ട് വരാൻ സാധിച്ചില്ല. ഇന്ന് അതിന് സാധിച്ചു. അതിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു വോയിസ് ഓഫ് സലാലയ്ക്കും അതുപോലെ തന്നെ ഒളിമ്പിക് കേറ്ററിംഗ് സുധാകർജിക്കും ഒക്കെ. ഈ സന്തോഷത്തിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ വരാൻ സാധിച്ച് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചു. രണ്ടാമത്, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു ആളാണ് IM വിജയൻ. അദ്ദേഹത്തിന് എനിക്ക് ആദ്യമായിട്ട് കാണാൻ സാധിച്ചു. ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ നേരിട്ട് ഇവിടെ വന്നതുകൊണ്ട് കാണാൻ സാധിച്ചു. ഇതൊരു മ്യൂസിക്കൽ നൈറ്റാണ് അല്ലേ? അപ്പോൾ ഒരുപാട് നല്ല ഗാനങ്ങൾ, ഒരുപാട് നല്ല കലാകാരന്മാർ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവരെയൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. എല്ലാം അവിടെ അടിച്ച് കലക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാം. മ്യൂസിക് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സിനിമാ ജീവിതത്തിൽ, എൻ്റെ യാത്രയിൽ, സിനിമാ യാത്രയിൽ എനിക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ ആദ്യത്തെ സിനിമ ഒരു തലൈ രാഗം 365 ദിവസം ഓടിയ സിനിമയാണ്. അതിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു ദുഃഖം, ബിക്കോസ് ഞാൻ ദാസേട്ടനെ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഗാനഗന്ധർവൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം ആ സിനിമയിലുണ്ടായിരുന്നില്ല. അതിൽ TM സൗന്ദരരാജൻ, SP ബാലസുബ്രഹ്മണ്യം, ജയചന്ദ്രൻ, അങ്ങനെ മലേഷ്യ വാസുദേവ്, അങ്ങനെ എല്ലാവരും പാടിയിരുന്നു. അവരൊക്കെ തമിഴിലന്ന് വളരെ പോപ്പുലറായിട്ടുള്ള ആൾക്കാരായിരുന്നു. മഞ്ഞിലുരിഞ്ഞ പൂക്കൾ വന്നു. അതിൽ 2 ഗാനങ്ങൾ, മിഴിയോരം, മഞ്ചാടിക്കുന്നിൽ, അതിലൊക്കെ അഭിനയിക്കാൻ സാധിച്ചു. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അവിടുന്ന് തുടങ്ങി ദാസേട്ടൻ്റെ ഒരുപാട് ഗാനങ്ങൾ, എനിക്ക് ഓർമ്മയില്ല, 150 ഗാനങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ടാവും. ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ, സുഗമോദേവി ആയാലും എങ്ങനെ നീ മറക്കുമായാലും, അങ്ങനെ എത്രയോ സിനിമകൾ എൻ്റെ മുഖങ്ങൾ പൂവണിഞ്ഞു. അതിലൊക്കെ അഭിനയിച്ചു. അവിടുന്ന് തുടങ്ങിയ യാത്ര ഒരുപാട്. ആ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ആരാധിച്ചിരുന്ന, നമ്മുടെ എല്ലാവരും സൂപ്പർ സ്റ്റാറായിരുന്ന പ്രേം നസീർ സാറിൻ്റെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു. അന്നത്തെ വലിയ വലിയ കലാകാരന്മാരോട് അവരുടെ കൂടെയൊക്കെ അഭിനയിച്ചു. ഇന്നിപ്പോൾ ഞാൻ ഇപ്പോഴും സിനിമയിലുണ്ട്. കുറച്ചു കാലം മാറി നിന്നും വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കും. നമസ്കാരം. വേദിയുടെ വിശിഷ്ടതിഥികളെ, നല്ലവരെ, സലാല മലയാളി, എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ കുറേ നടന്മാരിനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനായാലും പഴയ കുറേ നടന്മാരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സലാലയിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് ചേട്ടനെ പരിചയപ്പെടാൻ പറ്റുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്. അതിന് കാരണമായത് സുധാകരേട്ടനാണ്. ഇപ്പോൾ 2ാമത്തെ തവണയാണ് ഞാൻ സലാലയിൽ വരുന്നത്. വലിയൊരു സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ എപ്പോഴും ചെറുപ്പത്തിൽ, എൻ്റെയൊക്കെ സമയത്ത് എപ്പോഴും മമ്മൂക്കരെയും മോഹൻലാലിൻ്റെയും എപ്പോഴും ചേട്ടനായിരിക്കും ആ പടത്തിലെ നായകൻ. അത് വലിയൊരു അംഗീകാരമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. അന്ന് എനിക്ക് ഇവിടെ വന്നിട്ട് പരിചയപ്പെടാൻ പറ്റിയത്. ഞാൻ ചേട്ടനോട് പറയുകയും ചെയ്തൊന്നുമല്ല, ചേട്ടൻ ഞാൻ ഒരു വട്ടം ഫോണിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സലാലയിൽ വന്നിട്ട് പരിചയപ്പെടാൻ പറ്റിയതാണ്. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞത്. പിന്നെ ചേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, അതിനായിട്ടാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. പിന്നെ വോയിസ് ഓഫ് സലാല, നല്ല സിംഗേഴ്സാണ്. എൻ്റെ വൈഫ് പറയുന്നുണ്ടായിരുന്നു, ഒക്കെ നല്ല പാട്ടുകാരാണല്ലോ, നല്ല രസമായിട്ട് പാടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർക്കും
ഇനിയും നല്ല നല്ല സ്റ്റേജുകൾ കിട്ടട്ടെ. പിന്നെ ഈ കോമ്പയർ ചെയ്യുന്നത് എൻ്റെ സിസ്റ്ററാണ്, അതുകൊണ്ട് നന്നായിട്ട് കോമ്പയർ ചെയ്തിട്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടെ വരാൻ പറ്റിയതും നിങ്ങളെല്ലാവരും കാണാൻ പറ്റി. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള സ്റ്റാർ സിംഗേഴ്സ് ഉണ്ട്, അവരുടെ കൂടെ നമുക്ക് അടിച്ചു പൊളിക്കാം. ഞങ്ങളുടെ വർത്തമാനം കേൾക്കാനല്ല നിങ്ങൾ വന്നിട്ടുള്ളത്, ഈ പരിപാടി കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. Thank you so much, and he'll be handing over the mic. പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾ സ്റ്റേജിലുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ ഫൈസൽ സാറിനെ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ വളരെ വിനയത്തോടു കൂടിയാണ് അദ്ദേഹം സമീപിച്ചത്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി, എത്ര നിറഞ്ഞ കടപ്പാടുകളും അറിയിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ ഓരോ ആളുകളുടെയും പേരെടുത്ത് പറയുന്നില്ല, എന്നിരുന്നാലും അവരൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതിനപ്പുറം എനിക്ക് മുന്നിലിരിക്കുന്ന ഈ ജനക്കൂട്ടം, അതാണ് ഞങ്ങളുടെ ശക്തി. കാരണം സലാലയിൽ എന്തൊരു പ്രോഗ്രാമിനും ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവരൊക്കെ ഞങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് കിട്ടും. പിന്നെ അതിനപ്പുറം സ്പോൺസേഴ്സ്, 40 സ്പോൺസേഴ്സ് ഉണ്ട്. അവരില്ലെങ്കിൽ ഞാൻ ഈ മൈക്ക് എവിടെ ഇരുന്ന് പ്രസംഗിക്കില്ല. കാരണം ഞാൻ ഈ പ്രോഗ്രാമുമായിട്ട് ഒരു 3 മാസങ്ങൾക്ക് മുന്നേ ഇങ്ങനൊരു പ്ലാൻ, അതായത് ഇതിൻ്റെ എല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം സമീപിച്ചത് വോയിസ് ഓഫ് സലാലയുടെ ഹാരിസ് സാറിനെയാണ്. ഹാരിസ് ഭായ് പറഞ്ഞു നോ പ്രോബ്ലം, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കണ്ടത് ഫിറോസിനെയാണ്. ആ ഫിറോസും ഹാരിസും ജംഷാദും ഈ 2 മാസമായിട്ട് എനിക്ക് വലത്തും പുറത്തും ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ സ്പോൺസർഷിപ്പിനായിട്ട് ആദ്യം ചെന്നപ്പോൾ ഒരു വലിയ മനുഷ്യനെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരേ ഒരു ചോദ്യം, ഫണ്ട് തന്നുകൊണ്ടാണ്? നോ, അദ്ദേഹത്തിന്റെ സമീപന രീതി. ഗഫൂർഖാൻ എടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു സുധാരേട്ടുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം. ആ വാക്ക്, ആ പ്രചോദനം, ആദ്യത്തെ കൈനട്ടം അദ്ദേഹത്തിന്റെ ആണ്. ഒരു വലിയ ഫണ്ട് അദ്ദേഹം സമ്മാനമായി തന്നപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മറ്റൊരാളെ സമീപിച്ചു. എപ്പോഴും അദ്ദേഹം പറയാറുണ്ട് നോ പ്രോബ്ലം, നമുക്ക് ശരിയാക്കാം. മിസ്റ്റർ സനാതൻ സാർ, നോ പ്രോബ്ലം, നമുക്ക് ശരിയാക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ്. ആ 2 പ്രമുഖ വ്യക്തികളെയും ഹൃദയത്തിലേക്ക് നടക്കുന്നു. ഹൃദയത്തിന്റെ ഭാഷയിൽ അവർക്ക് നന്ദിയും പറയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യമുണ്ട്, നിർത്തിക്കൂടെ? കുറെ നേരമായി ഞങ്ങൾ വലിയൊരു പരിപാടിക്ക് വേണ്ടി നിൽക്കുകയാണെന്ന്. റാംജി ആൻഡ് ശങ്കർ, ഒരു കാലത്ത് മഞ്ഞൾ വിരിഞ്ഞ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തെ ഞങ്ങളൊക്കെ നെഞ്ചിലേറ്റ് നടന്ന ആ എന്താ പറയാ ശക്തനായ ഹീറോ, അദ്ദേഹത്തിനായിട്ട് ഇപ്പൊ നിങ്ങൾ അവിടുന്ന് നോക്കുമ്പോ പറയും കുറച്ചൊരു ഹെഡ് വെയിറ്റ് ഉണ്ട്, പച്ചപ്പാവ. സംസാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു മനുഷ്യനില്ല. കാരണം കാണുമ്പോൾ ഒരു ചെറിയൊരു വെയിറ്റ് ഉള്ള മാരുണ്ട്. പിന്നെ IM വിജയന്റെ ബ്രദർ, അദ്ദേഹം എന്നോട് പറയും സുധാകരേട്ടന്റെ അത് ഫാമിലി ഫ്രണ്ടാ. ഞാൻ ഇല്ലാത്തൊരു പരിപാടിയില്ല. അദ്ദേഹത്തിന് എനിക്ക് തന്ന അംഗീകാരം അത് എനിക്ക് കിട്ടിയ അർജുന അവാർഡാണ്. മിസ്റ്റർ വിജയേട്ടൻ എനിക്ക് തന്നിട്ടില്ല, ഞാൻ വിജയേട്ടൻ എന്ന് വിളിക്കുന്നത് എന്റെ താഴെയാണ്. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനാണ് ഞാൻ. അപ്പോ അദ്ദേഹം എനിക്ക് തന്ന, അപ്പൊ ഈ വേദിയിലിരിക്കുന്ന There is it, ladies and gentlemen, official IM Vijayan Legacy Academyയുടെ ജേഴ്സി ആദ്യമായിട്ട് ശ്രീ IM വിജയൻ മിസ്റ്റർ ഫൈസൽ അലി അൽ ധാബിക്ക് കൈമാറുന്നു. And now requesting Mr. Shiju Shashidharan to please.
Mr. Abdul Kapoor, please step forward. Dr. Siddiq will be receiving jersey next. ഇനി നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് കടക്കാം. ജംഷാദ് ഭായിയുടെ മകൻ ഫാത്തി മുഹമ്മദ് ജംഷാദ് അലിയെ ഞാൻ ആദ്യമായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാൻ to receive the jersey. Please see kindly wait to the stage. Yes. കുട്ടികൾ പഠിച്ചു മാത്രമല്ല കളിച്ചും വളരേണ്ടത് അത്യാവശ്യമാണ്. Requesting Mr. Firoz to hand over the memento to Mr. Abdul Hakim. Mr. Abdul Hakimനാണ് അടുത്തതായിട്ട് memento കൊടുക്കുന്നത്. And now if I could request Mr. Faisal Al-Nahdi to hand over the memento to Mr. Shankar. Sir, please do it. Mr. Abdul Hakim. And Sudhakaraton will be handing.
എനിക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളുണ്ട്. ശങ്കരേട്ടനും എന്റെ ചങ്ക് അയ്യാ. കുറച്ച് അടിപൊളി പാട്ടുകളൊക്കെ മൾട്ടി ടാലന്റഡ് ആണ്. ഒന്നോ രണ്ടോ അല്ല കഴിവുകൾ പല മേഖലകളിൽ തെളിയിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഷീ ഈസ് നോട്ട് ഡിഫറെന്റ് ആസ് വെൽ. വർഷ ഇസ് എ സിംഗർ, വർഷ ഇസ് എൻ ആക്ടർ. ഒരുപാട് സിനിമയുടെ പേര് പറഞ്ഞ് 2-3 നമ്മെ നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വെടിക്കേറ്റ്, CID രാമചന്ദ്രൻ, ഓ മൈ ഡാർലിംഗ് എന്നുള്ള സിനിമ. കുറച്ച് കുറവുണ്ട്. പക്ഷേ ഈ പാട്ടിൽ എനിക്ക് അവരുടെ കൂട്ടത്തിൽ ഞാനും ഒരു ഭാഗമായിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. ആ പാട്ട് സീനിൽ എന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ പോലെ ഒന്നുമല്ല, താടിയൊക്കെ വെച്ചിട്ട് വേറെ ഒരു. അപ്പൊ എന്തായാലും അതിൽ